ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചം. മണ്ണിലും വിണ്ണിലുമായി എത്രയധികം നിഗൂഢ രഹസ്യങ്ങളാണല്ലേ ഒളിഞ്ഞിരിക്കുന്നത്. എല്ലാം അറിയാമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന മനുഷ്യനോട് പറ്റുമെങ്കിൽ നീ എന്നിലെ രഹസ്യം പുറത്തു കൊണ്ടുവാ എന്ന് പറയുന്ന പ്രപഞ്ച ശക്തികൾ ഏറെയുണ്ട്. വെൽക്കം ടു മോഷൻ ബുക്ക്, ഇറ്റ്സ് ഇൻഫോർമേഷൻ. ബർമുഡ ട്രയാങ്കിൾ എന്ന് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? വർഷങ്ങളായി കടൽ സഞ്ചാരികർക്കും വിമാനയാത്രികർക്കും പേടി സ്വപ്നമായി മരണവും നിഗൂഢതയും ഒളിഞ്ഞിരിക്കുന്ന ബർമുഡ ട്രയാങ്കിൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യന്റെ വിശ്വാസങ്ങൾക്കും യുക്തികൾക്കും മുകളിൽ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു സ്ഥലമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബർമുഡ ട്രയാങ്കിൾ. ഈ ഒരു സമുദ്രഭാഗത്തിന്റെ വന്യതയെ സൂചിപ്പിക്കാനായി ഒട്ടേറെ ഓമന പേരുകൾ ഈ ഒരു ഭാഗത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ചെകുത്താന്റെ ട്രയാങ്കിൾ അഥവാ ഡെവിൾസ് ട്രയാങ്കിൾ. അതുകൂടാതെ വിമാനയാത്രികർക്ക് ദൗർഭാഗ്യം മാത്രം സമ്മാനിച്ചതുകൊണ്ടാകാം ഈ ഒരു പ്രദേശത്തെ ദുർവിധി കടൽ അഥവാ ഹൂദൂസി എന്നും വിളിക്കപ്പെടുന്നു. കൂടാതെ അറ്റ്ലാന്റിക് ഗ്രേവ്യാർഡ് അതായത് അറ്റ്ലാന്റിക്കിന്റെ ശവപ്പറമ്പ് എന്നൊരു പേരും കൂടി ഈ ഒരു ഭാഗത്തിനുണ്ട്. കൂടാതെ ദുർവിധി കടൽ, മരണത്തിന്റെ ട്രയാങ്കിൾ, അങ്ങനെ ഒട്ടേറെ പേരുകളാണ് ഈ ഒരു സമുദ്രഭാഗത്തിനുള്ളത്. ഈ ഒരു പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം അപകടകാരിയാണ് ഈ ഒരു സമുദ്രഭാഗം എന്നുള്ളത്. കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ, വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ തുടങ്ങി എല്ലാം ബർമുഡ ട്രയാങ്കിളിന് മുകളിലൂടെ പറന്നതും ഒഴുകിയതും സഞ്ചരിച്ചതുമായ എല്ലാം ഇന്നും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ കാണാതാവുകയാണ് ഉണ്ടായത്. ഇതിന് പുറകിലുള്ള മിസ്റ്ററി എന്താണെന്നുള്ളത് ഇതുവരെ നമ്മുടെ ശാസ്ത്രലോകത്തിന് തെളിയിക്കാനായിട്ടില്ല എന്നുള്ളതും വേറൊരു സത്യം. നമ്മുടെ ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ? എവിടെയായിരിക്കാം ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തര അറ്റ്ലാന്റിക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാങ്കല്പിക ത്രികോണമാണ് ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ, പ്യൂട്ടോറിക്കോ, ഫ്ലോറിഡ എന്നീ 3 പ്രദേശങ്ങൾ കോണുകളാക്കി തിരിച്ചിട്ടുള്ള ഒരു സാങ്കല്പിക ത്രികോണം. ഏകദേശം 3,90,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു സമുദ്രഭാഗമാണിത്. ഈ ഒരു പ്രദേശത്ത് കൂടി പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിനടുത്തുകൂടി പാസ് ചെയ്യുന്ന വിമാനങ്ങളും കപ്പലുകളും എല്ലാം ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതാകുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ഒരു നിഗൂഢത. ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ എല്ലാവരും ആദ്യമായി അറിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഈ ഒരു ഭീകര പ്രദേശത്തെക്കുറിച്ച് ആദ്യമായി നമുക്കൊരു വിവരണം നൽകുന്നത് അമേരിക്കൻ തീരത്തിനടുത്തുള്ള ബഹാമസ് ദ്വീപിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസിലൂടെയാണ്. അദ്ദേഹം ഈ ഒരു പ്രദേശത്തിന്റെ സമീപത്തുകൂടി അദ്ദേഹത്തിന്റെ പായ്ക്കപ്പലിൽ പാസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രദേശത്തിലേക്ക് തീഗോളങ്ങൾ ആകാശത്ത് നിന്ന് വീഴുന്നതായി കണ്ടു. കൂടാതെ അദ്ദേഹത്തിന്റെ കോമ്പസിന്റെ സൂചികൾ ദിക്കറിയാതെ വട്ടം കറങ്ങി തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നത്. നമുക്ക് ഇത് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയിരിക്കാം. ഇതിന് യാതൊരു ആധികാരികതയും ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും 1492 ഒക്ടോബർ 8 അദ്ദേഹം ഈ വരികൾ കുറിച്ചത്. കൂടെയുള്ള ആരെയും അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് അറിയിച്ചിരുന്നില്ല. അവർ ഭയപ്പെട്ടിരിക്കാം എന്ന് പേടിച്ചിട്ടാകാം. ഏതായാലും പിന്നീട് 20-ാം നൂറ്റാണ്ട് വരെ ഈ ഒരു പ്രദേശത്തെ പറ്റി യാതൊരു വിധത്തിലുള്ള ആധികാരികമായ തെളിവും നമുക്ക് ലഭിച്ചിട്ടില്ല. 1918 മാർച്ച് അമേരിക്കൻ നേവിയുടെ USS സൈക്ലോപ്സ് എന്ന 542 അടി നീളമുള്ള ചരക്ക് കപ്പൽ ഈ ഒരു പ്രദേശഭാഗത്ത് വെച്ച് കാണാതാവുകയാണ് ഉണ്ടായത്. ഈ ഒരു സമയത്ത് 300 ജീവനക്കാരും 10,000 ടൺ മാംഗനീസുമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇന്നും ഈ കപ്പലിന്റെ തിരോധാനത്തെക്കുറിച്ച് യാതൊരു അറിവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഫ്ലൈറ്റ് 19 എന്ന ഒരു വിമാനത്തിന്റെ തിരോധാനമാണ് കൂടുതൽ ഈ ഒരു പ്രദേശഭാഗത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് കാരണമായത്. ഇതിനെ അന്വേഷിച്ചു പോയ അമേരിക്കയുടെ 5 ബോംബർ വിമാനങ്ങളും പിന്നീട് കാണാതാവുകയാണ് ഉണ്ടായത്. അതായത് വിമാനത്തിനെ അന്വേഷിച്ചു പോയ വിമാനങ്ങളും ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി. 27 പേര് അടങ്ങുന്ന ഒരു സംഘം, 6 വിമാനങ്ങൾ, ഇത്രയുമാണ് ആ ഒരു പ്രദേശത്ത് കാണാതായത്. ഈ ഒരു നിഗൂഢമായ കാണാതാവലെല്ലാം പിന്നീടും മനുഷ്യരാശിക്കിടയിൽ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചൊരു ചർച്ചയ്ക്ക് കാരണമായി. 1945 ഡിസംബർ 5 ഈ ഒരു സംഭവം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഏകദേശം 1000-ഓളം ജീവനുകളാണ് ഈ ഒരു സമുദ്രഭാഗത്ത് പൊലിഞ്ഞു പോയിട്ടുള്ളത്. എല്ലാം നിഗൂഢമായ കാരണങ്ങളാലല്ല എങ്കിലും കടൽ യാത്രയ്ക്ക് അത്രയ്ക്ക് സുഖകരമായ ഒരു പ്രദേശമല്ല ഈ ഒരു പ്രദേശം എന്നാണ് ഇതെല്ലാം കൂടി തെളിയിക്കുന്നത്. ബർമുഡ ത്രികോണത്തിന്റെ യഥാർത്ഥമായ ഭാഗം, വ്യാപ്തി എന്നതിനെ കുറിച്ചൊന്നും ഇന്നും ആർക്കും വലിയ അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബർമുഡ, പ്യൂട്ടോറിക്കോ, ഫ്ലോറിഡ എന്നീ പ്രദേശങ്ങൾക്കിടയിലാണ് ഈ സമുദ്രഭാഗം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇന്നും ആർക്കും അറിയില്ല. അതുകൂടാതെ എത്രത്തോളം കപ്പലുകളും വിമാനങ്ങളുമാണ് ഇവിടെ പൊളിഞ്ഞു പോയിട്ടുള്ളത് എന്നതിനെ കുറിച്ചും ഇന്നും ആർക്കും അറിയില്ല.
പായ്ക്കപ്പലുകൾ മുതൽ അത്യാധുനിക യുദ്ധക്കപ്പലുകൾ, ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുങ്ങിക്കപ്പലുകൾ, അത്യാധുനിക വിമാനങ്ങൾ വരെ ഇവയിൽ പെടും. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽസ് നമ്മൾക്ക് അറിയില്ലെങ്കിലും വിജനത തളം കെട്ടിയിരിക്കുന്ന ഒരു നിഗൂഢമായ പ്രദേശമാണ് ബെർമുഡ ട്രയാങ്കിൾ എന്നുള്ളത് മാത്രം നമുക്കറിയാം. ഈ ഒരു അപകട പ്രദേശത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പറയുന്നതനുസരിച്ച് ഈ ഒരു പ്രദേശത്തിന്റെ അടുത്തെത്തുമ്പോഴേക്കും കോമ്പസുകൾ ദിക്കറിയാതെ തിരിയുകയും മറ്റ് അത്യാധുനിക ഉപകരണങ്ങളെല്ലാം പ്രവർത്തനരഹിതമായി പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മളെല്ലാം കടലിന്റെ ആഴങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി തോന്നുമെന്നും അവരിൽ ചിലർ പറയുന്നു. ഇതുവരെ നമ്മൾ കേട്ട സ്റ്റോറികളെല്ലാം നമുക്ക് ഭയങ്കര അവിശ്വസനീയമായിരുന്നു അല്ലേ? എന്നാൽ ബ്രൂസ് ജൂനിയർ എന്ന പൈലറ്റ് തന്റെ അനുഭവക്കുറിപ്പിലൂടെ വിവരിച്ചത് ലോകത്തെ എല്ലാം തന്നെ നടുക്കിയ ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നില്ലേ? പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും അതിന്റെ നിഗൂഢതകളെ കുറിച്ചുമായി കുറേ വിവരങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഏതായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.